അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തു. ഉടമ്പടി കഴിഞ്ഞ് ആദ്യം ഉടമ്പടി എടുക്കുമ്പോൾ അച്ഛനെ കാണാനുള്ള സൗകര്യമില്ല. പക്ഷേങ്കിൽ എനിക്ക് ദൈവം ഒരു അനുഗ്രഹം തന്നു, അച്ഛനെ കാണാനുള്ള സൗകര്യം കിട്ടി. അച്ഛനെൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, നെറ്റിയിൽ തൈലം പൂശി ഒരു കാശ് രൂപം തന്നു. അങ്ങനെ മുറിയിൽ അന്ന് വൈകുന്നേരം ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു. വൈകിട്ട് മുറിയിലേക്ക് ഞങ്ങൾ മേളത്തെ മുറിയിലാണ് താമസിക്കുന്നത്. എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഒരു കണക്കിന് കയറി. പക്ഷെ ഞായറാഴ്ച രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് തന്നെ തോന്നി എൻ്റെ സകല അസുഖങ്ങളും മാറി, ഞാൻ ഫുൾ ഫ്രഷായി എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ച രാവിലെ അർത്തുങ്കൽ പള്ളിയിൽ പോയി രാവിലത്തെ ബലി സംബന്ധിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോയി. അപ്പോൾ തിങ്കളാഴ്ച അഡ്മിറ്റാകാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ തിങ്കളാഴ്ച ഞങ്ങൾ സെൻറ്റ് ജോൺസിൽ ചെന്ന് അഡ്മിറ്റായപ്പം 3 സൈക്കിൾ കഴിഞ്ഞിട്ട് ബോൺമാരോ ചെയ്യാമെന്നുള്ളതെന്നാണ് ഡോക്ടർ ആദ്യം പറഞ്ഞത്. പക്ഷേ ഞാൻ അഡ്മിറ്റായ ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു, നമുക്കൊരു ബോൺമാരോ എടുത്ത് നോക്കാം, എന്നിട്ട് നമ്മൾ മുമ്പോട്ടുള്ള ചികിത്സയെക്കുറിച്ച് ചിന്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച ബോൺമാരോ എടുത്തു. ചൊവ്വാഴ്ചയായി, ബുധനാഴ്ചയായി, ഇവരൊന്നും എന്നോട് പറയുന്നില്ല. ബുധനാഴ്ച എൻ്റെ റെസിഡൻറ്റ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, റിപ്പോർട്ടൊക്കെ വന്നു, പക്ഷേ ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളുടെ പ്രൊഫസർ, നിങ്ങൾ കാണുന്ന പ്രൊഫസറില്ലേ, പുള്ളി വന്നിട്ട് നിങ്ങളോട് വ്യാഴാഴ്ച 3 മണിക്ക് റിപ്പോർട്ട് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ വ്യാഴാഴ്ച 3 മണിക്ക് ഡോക്ടർ ചൈതന്യ വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലൊരു പേഷ്യൻറ്റിനെ കണ്ടിട്ടില്ല. ഒരു സൈക്കിളിന് ശേഷം ലോകത്തിൽ ഒരു രോഗിക്കും ഇങ്ങനെ ഒരു ബ്ലഡിൽ വ്യത്യാസം വരത്തില്ല. പക്ഷെ നിങ്ങളുടെ ബ്ലഡിൽ 1% ബാഡ് സെൽസാണ്. 65% ബാഡ് സെൽസ് ഉണ്ടായിരുന്ന എൻ്റെ ബ്ലഡിൽ ഒരു ബാഡ് സെൽസും ഇല്ല എന്നുള്ളതാണ് റിപ്പോർട്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾ വെള്ളിയാഴ്ച കൃപാസനത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച ഞങ്ങൾ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തു. അപ്പോൾ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊരു മിറാക്കിളാണ്, ദൈവത്തിനല്ലാതെ ആർക്കും ഇത് സുഖപ്പെടുത്താൻ പറ്റത്തില്ല, ഇത് ദൈവം നിങ്ങളോട് ചെയ്ത ഒരു വലിയ അനുഗ്രഹമാണ്.